ഹായ് ഓൾ, മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ആളുകളല്ലേ നമ്മൾ. പണം വേണം, കരിയർ ബിൽഡ് ചെയ്യണം, സക്സസ് വേണം, ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണല്ലേ. ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ സമാധാനമുണ്ടോ? നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ സ്നേഹം നിറഞ്ഞിരിക്കുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരുപാട് ആളുകളുണ്ട് ഇന്ന് പുറത്തേക്ക് ഹാപ്പിയാണെന്ന് കാണിക്കും, ആക്ട് ചെയ്യുന്ന ഒത്തിരി ആളുകൾ. വീടിനുള്ളിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, സൈലൻസ്, ഡിസ്റ്റൻസ്. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കടന്നു പോകുന്നതാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ കുടുംബത്തിൽ സ്നേഹം വീണ്ടും ആകർഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും, പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മൈൻഡ് സെറ്റൊക്കെ ചേഞ്ച് ആയപ്പോൾ എനിക്ക് വന്ന കുറച്ച് മാറ്റങ്ങളും, അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? മിക്കവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്നൊക്കെ അറിയാവുന്ന ആളുകളായിരിക്കും അല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് എനർജി നൽകുന്നു അത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇവിടെ നിരാശയും ദേഷ്യവും ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? സംഘർഷമായിരിക്കും, പ്രശ്നമായിരിക്കും. സമയത്ത് നിങ്ങൾ നല്ല കാമായിട്ട് ലവിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിലോ വീട്ടിൽ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും അല്ലേ? നമ്മുടെ സംസാരം തന്നെ എന്തായിരിക്കും? നല്ല പീസ്ഫുള്ളി ആയിരിക്കും അല്ലേ? ഫാമിലി എന്ന് പറയുന്നതേ ഒരു മിറർ പോലെയാണ്. നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് റിഫ്ലക്റ്റ് ആവുന്നതേ. അതുകൊണ്ട് തന്നെ ചേഞ്ച് എന്ന് പറയുന്നതേ പുറത്തല്ല വേണ്ടത്. ചേഞ്ച് നിങ്ങളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ സ്നേഹം കുറയാനുള്ള മെയിൻ റീസൺ ഭൂതകാലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളുണ്ടാവും. ആരൊക്കെയോ പറഞ്ഞ വാക്കുകൾ, ഭർത്താവാകാം, ഭാര്യയാകാം, കുട്ടികളാകാം, അല്ലെങ്കിൽ മാതാപിതാക്കളാകാം. ആരൊക്കെയോ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഒരിക്കലും മറന്നു കളയാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. മറക്കാൻ പറ്റുന്നില്ല, ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പാസ്റ്റിനെ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻ്റാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നതേ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണേ. നമ്മുടെ പീസിന് വേണ്ടിയിട്ട് അത് സ്ലോ ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കേ. അപ്പം ആളുകൾ പറയും, ഇല്ല എനിക്കിത് ഒരിക്കലും പറ്റില്ല. നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ നടക്കാത്ത കാര്യമില്ലെന്നേ. മനസ്സിലാദ്യം തന്നെ ഒന്ന് പറ, ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നു എന്നൊന്ന് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു നോക്ക്. മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്തേ, മൈൻഡ് ഒന്ന് ക്ലെൻസ് ചെയ്തേന്നേ. മൈൻഡ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ലെറ്റർ എഴുതണം കേട്ടോ. അത് നമ്മുടെ ഒരു വീഡിയോയിൽ കിടക്കുന്നുണ്ട്, മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. ബയോയിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി, അതിനകത്ത് കിടക്കുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രൂത്ത് പറയാവേ. ഈഗോ എന്ന് പറഞ്ഞ സാധനം ഉള്ളിടത്തെ ലവ് സർവൈവ് ചെയ്യില്ല. പറ്റില്ല, ലവ് സർവൈവ് ചെയ്യില്ലെന്നേ. എന്തിനു ഞാൻ ആദ്യം സംസാരിക്കണം, എന്തിനു ഞാൻ കോംപ്രമൈസ് ചെയ്യണം? ഇതെല്ലാം ഈഗോന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ ലവ് എന്ന് പറയുന്നത് ആ ബന്ധത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എടുത്തു നോക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം നിങ്ങളൊന്ന് സ്മൈൽ ചെയ്യും, പിന്നെ ഒരു മെസ്സേജ് അയക്കും. നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും. റിലേഷൻഷിപ്പ് സ്ലോ ആയി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ. വാക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഒരു വാക്ക് ചിലപ്പം റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു വാക്ക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ നശിപ്പിക്കും. നീ ഒരിക്കലും മാറില്ല. അതിന് നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം അല്ലേ? നമുക്കിത് ബെറ്റർ ആക്കാം അല്ലേ? നീ എന്നെ മനസ്സിലാക്കുന്നില്ല, അങ്ങനെ പറയുന്നിടത്ത് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ ചേഞ്ച് ആകുമ്പോൾ റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്ത 2 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എന്തായാലും ഇത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുന്നു, ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നേ. രാവിലെ എഴുന്നേൽക്കുന്നു, ഒന്ന് കണ്ണടയ്ക്കുന്നു, ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെന്റ്. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിക്കുക. ആ മൊമെന്റ് ഒന്ന് മനസ്സിൽ ആലോചിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ പറയുന്നു, എൻ്റെ വീട്ടിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ തമ്മിൽ
ബഹുമാനമുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതൊന്ന് റിപ്പീറ്റ് അടിച്ച് പറയാം. എൻ്റെ വീട്ടിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ബഹുമാനമുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. നൈറ്റും ഇതുപോലെ ഒരു കാര്യമുണ്ട്. കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആ ദിവസം നമുക്ക് ഫാമിലിയിൽ ഉണ്ടായ നല്ല കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യുക. അതിനൊന്ന് നന്ദി പറയുക. അത് ചെറിയ എന്ത് കുട്ടി കാര്യങ്ങളാവാം, പക്ഷെ അതിന് നമ്മളൊന്ന് മനസ്സിലൊന്ന് നന്ദി പറഞ്ഞേ. അപ്പം ആളുകൾ ചോദിക്കും, അല്ല ഇതൊന്നും എൻ്റെ വീട്ടിലില്ലാത്ത സാധനങ്ങളാണ്, സ്നേഹമില്ല, ബഹുമാനമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി. ഇതൊക്കെ ആയിരിക്കും നടക്കുന്നത്, പക്ഷെ നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2-3 ദിവസം ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് ഇതൊന്നും വർക്കൗട്ട് ആവില്ലെന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം നമുക്ക് പതുക്കെ നമുക്ക് മാറ്റം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ചെറിയ ആക്ഷൻ എടുക്കുന്നത് വലിയ ചേഞ്ചിലേക്ക് എത്തിക്കും. ചെറിയൊരു ഹഗ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വേർഡ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു ഹെൽപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ സ്ട്രോങ് ആക്കി വെക്കുന്നത്. ചെറിയ ലിറ്റിൽ എഫേർട്ട് എന്ന് പറയുന്നത് ബിഗായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും സംഭവിക്കുന്നത് അവിടെ. അപ്പം നിങ്ങൾ ചേഞ്ച് ആവും, നിങ്ങളുടെ വേൾഡ് തന്നെ ചേഞ്ച് ആവും. ഫാമിലിയിൽ സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യ സ്നേഹം നൽകണം. ഇന്ന് തന്നെ അതിനായിട്ടൊരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച് നോക്കിക്കേ. നാളെ മാറുമെന്നൊന്നും പറയുന്നില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കുമെന്ന് ഇതിനൊക്കെ. സ്നേഹം നിറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ അമർത്താൻ മറക്കരുതേ. സ്റ്റേ ട്യൂൺഡ്.